ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മാർക്കറ്റിലെ തുടക്കത്തിൽ പുതിയൊരു ഹൈയിലേക്ക് കുതിച്ച നിഫ്റ്റിയിൽ അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഹൈലി വൊളറ്റൈലായ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഘട്ടത്തിൽ 24,589 അതൊരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ആ ലെവലിൽ നിന്നാണ് അതിശക്തമായിട്ടുള്ള സെല്ലിങ് നമ്മൾ കാണുന്നത്. അപ്പോൾ സംഭവം 24,300 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം ആശ്വാസകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ലോങ് ടേം വ്യൂവിൽ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ ഡാറ്റകൾ പുറത്തു വന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. നമുക്കറിയാം, US എക്കണോമി വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു GDP ഡിക്ലൈൻ കണ്ട ദിവസമായിരുന്നു. അവരുടെ ഡാറ്റ 0.3% ഈ 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും വലിയൊരു കോൺട്രാക്ഷൻ ആയിട്ടാണ് US എക്കണോമി കാണുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഫാക്ടറി ആക്ടിവിറ്റിയും വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഡാറ്റകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ 2 പ്രധാനപ്പെട്ട എക്കണോമികൾ വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്ന് ഇന്ത്യയുടെ GST കളക്ഷൻ, അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയതായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഡാറ്റയിൽ നിന്നും കാണാൻ കഴിയും. 2.37 ലക്ഷം കോടിയാണ് GST കളക്ഷൻ കാണുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചിൽ 1.96 ലക്ഷം കോടി മാത്രമായിരുന്നു. അതുപോലെ കഴിഞ്ഞ ഏപ്രിലിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള 2.1 ലക്ഷം കോടിയാണ് ഇപ്പോൾ 2.37 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചത്. ഇപ്പോൾ GST കളക്ഷൻ്റെ ഈ ഒരു വളർച്ച സൂചിപ്പിക്കുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു ബൈങ് പവർ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു കൺസംഷൻ്റെ ആ ഒരു പവർ വർദ്ധിച്ചതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമ്മൾ കാണുന്നത് UPI ട്രാൻസാക്ഷനിൽ വമ്പിച്ച വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ 600 മില്യൺ ട്രാൻസാക്ഷൻസ് പെർ ഡേ എന്ന ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 590 മില്യൺ ആയിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ 596 മില്യൺ ആയിട്ടുണ്ട്. ഇനിയൊരു 4 മില്യൺ കൂടി ആയിക്കഴിഞ്ഞാൽ 600 മില്യൺ എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇതുകൂടാതെ കാർ സെയിൽസിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൻ്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 4.46% ഒരു ഇൻക്രീസ് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പാസഞ്ചർ വെഹിക്കിൾ ഡാറ്റയിൽ വന്ന ഈ വർധനവും സൂചിപ്പിക്കുന്നത് കൺസപ്ഷൻ ഭയങ്കരമായിട്ട് കൂടി വരികയാണ് എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും കമ്പനികളുടെ ഏർണിങ്സ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും. അപ്പോൾ ഈ വെഹിക്കിൾ സെയിൽസിൻ്റെ വർധന കൂടാതെ തന്നെ ഫാസ്ടാഗ് പേയ്മെൻറ്റിലും വമ്പിച്ച വർധനവ് ഉണ്ടെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് അതുപോലെ ടോളുകളിലൊക്കെ ഉപയോഗിച്ചാണ് ആളുകൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അത് 12.75 മില്യൺ ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. കഴിഞ്ഞ മാസം അത് 12.2 മില്യൺ ആയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാ മേഖലയിലും ഒരു കൺസംഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഡാറ്റകൾ നൽകുന്ന സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടന്നത് ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ഘട്ടത്തിൽ 83 എന്ന ലെവലിലേക്ക് റൂപ്പീസ് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഒടുവിൽ 84ലേക്ക് തന്നെ തിരിച്ചു പോയെങ്കിലും അവിടെ അത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് റൂപ്പി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്ന് വീണ്ടും 60-ൽ താഴെ പോയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസാണ്. കാരണം നമ്മുടെ ഇൻഫ്ലേഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിച്ചേക്കും. ഇപ്പോൾ WTI ക്രൂഡ് കാണുന്നത് 59 എന്ന ലെവലിൽ, 60-ൽ താഴെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ക്രൂഡ് ഓയിൽ പ്രൈസ് പോകാറുള്ളൂ. അതുകൂടാതെ ബ്രന്റ് ക്രൂഡും 62 എന്ന ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പലവിധ ഡാറ്റകളും നമ്മുടെ ഓഹരി വിപണിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഓണർഷിപ്പ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 16.91% ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെത് 16.84% ആണ്. നേരിയ തോതിൽ ആദ്യമായിട്ട് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആസ്തി മൊത്തത്തിൽ നമ്മൾ കാണുന്നത് 69.8 ലക്ഷം കോടിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെത് 69.58 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുള്ള വലിയൊരു മാറ്റമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. സ്വാഭാവികമായിട്ടും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണക്കാരുടെ എണ്ണവും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണവും അതിശക്തമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓഹരി വിപണിയിൽ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ കാണുന്നത് IPO റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു ന്യൂസാണ്. അപ്പോൾ കനറ റബേക്കയുടെ ഒരു IPO വരാൻ പോവുകയാണ്. ഇപ്പോൾ കനറ റബേക്കയുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് കാനറ ബാങ്കാണ്.
അപ്പോൾ അവരുടെ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്, അഥവാ AMC ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കനറ റൊബേക്കോ. അപ്പോൾ അവർ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഓൾറെഡി സെബിയിലേക്ക് സമർപ്പിച്ചു എന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു IPO എന്ന് പറയുന്നത് ഈ കനറ റൊബേക്കോയിൽ കനറ ബാങ്കിനുള്ള അവരുടെ ഷെയറുകൾ അതിൻ്റെ ഏകദേശം 13% അവർ OFS വഴി വിൽക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രൊമോട്ടറായിട്ടുള്ള ഒറിക്സ് കോർപ്പറേഷൻ, അഥവാ മുമ്പ് അത് റൊബേക്കോ എന്ന പേരിൽ അറിയപ്പെട്ട അവരുടെ ഷെയറുകളും അടക്കമാണ്. അങ്ങനെ മൊത്തത്തിൽ 4.98 കോടിയുടെ ഈക്വിറ്റി ഷെയർസാണ് ഇവർ വിൽക്കാൻ പോയി. ഇത് മൊത്തത്തിൽ OFS ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്ന പണം അതൊരിക്കലും കനറ റൊബേക്കോയുടെയോ എക്സ്പാൻഷന് വേണ്ടിയല്ല ഉപയോഗിക്കുക, അത് പ്രൊമോട്ടേഴ്സാണ് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ കനറ ബാങ്കിന് കിട്ടാൻ പോകുന്ന ഏകദേശം 500 കോടിയുടെ ഒരു ഫണ്ട് റേസിംഗ് ആയിരിക്കും. കാരണം ഈ മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂ സൈസ് വരാൻ പോകുന്ന ഏകദേശം 800 മുതൽ 1000 കോടി എന്ന റേഞ്ചിലായിരിക്കുമെന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 500 കോടിയോളം കിട്ടാൻ പോകുന്നത് ഒരു പ്രൊമോട്ടറായിട്ടുള്ള കനറ ബാങ്കിനായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ കനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും ഇതും കനറ ബാങ്കിൻ്റെ മറ്റൊരു സബ്സിഡിയറിയാണ്. അവരും അവരുടെ DRHP സെബിയിലേക്ക് ഫയൽ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഏകദേശം 14% കനറ ബാങ്കിൻ്റെ ഷെയറുകൾ അവർ OFS വഴി വിൽക്കാൻ പോവുകയാണ്. അതുകൂടാതെ HSBC ഇൻഷുറൻസ് ഏഷ്യ സ്പെസിഫിക് എന്ന് പറയുന്ന മറ്റൊരു പ്രൊമോട്ടർ അവരും ഏകദേശം 47 ലക്ഷത്തോളം ഷെയറുകൾ വിൽക്കുകയാണ്. അതേപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിനും ഈ ഒരു കനറ HSBCയിൽ അവർക്ക് സ്റ്റേക്ക് ഉണ്ട്, അവരും ഏകദേശം 9.5 കോടി ഷെയറുകൾ വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു വലിയ IPO ആണ്. ഇതിൽ ഏകദേശം 16,500 കോടിയുടെ ഒരു ഫണ്ട് റേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും കനറ ബാങ്കിന് കിട്ടാൻ പോകുന്നത് 2,200 കോടിയുടെ ഒരു ഫണ്ട് റേസിംഗ് ആണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു IPO വഴി കനറ ബാങ്കിൻ്റെ ക്യാപിറ്റൽ വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ വാല്യൂ അൺലോക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതവരുടെ ബാലൻസ് ഷീറ്റ് വർദ്ധിപ്പിക്കുവാനും അതുപോലെ ബാങ്കിങ് മേഖലയിലുള്ള ലെൻഡിങ് ബിസിനസ്സിൽ ഈ ക്യാപിറ്റൽ കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ഏർണിങ്സ് വർദ്ധിപ്പിക്കുവാനും ആ രീതിയിൽ ബാങ്കിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുവാനും ഇതുവഴി സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കനറ ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത് 200 മൂവിങ് ആവറേജിനോട് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഏകദേശം 97 രൂപ റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. 100 രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് 200 മൂവിങ് ആവറേജ് വരിക. അപ്പോൾ ആ 100 രൂപ എന്നുള്ള പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് നമ്മൾ കാണുന്നത് 113 എന്ന ലെവലാണ്. അത് ഡെയിലി ചാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 126 എന്ന ലെവലിലേക്ക് വരെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 IPOകളും കനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവരുടെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. എന്നാൽ ഈ IPOകൾ എത്രമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.